സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന വിഷയവും ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഇന്നും പറയാൻ വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ ചിത്രം, അല്ലെങ്കിൽ നമ്മുടെ മലയാളക്കരയുടെ അഭിമാനത്തിൻ്റെ ചിത്രമായിട്ടുള്ള ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പറയുന്ന ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 12-ാം തീയതി ആ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടതാണ്. പല ആളുകളും മമ്മൂക്കയെ കളിയാക്കിക്കൊണ്ടും മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി ഓരോ അപരാധങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനോടൊപ്പം തന്നെ മമ്മൂക്ക ഒരു ഓസ്കാർ അക്കാദമിയിൽ ആ ചിത്രം പോയതിൻ്റെ പിന്നാലെ തന്നെയും ഒരുപാട് വിഷയങ്ങളും ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതായത് വിമർശിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാരായിട്ടുള്ള അന്തം കമ്മികളോ അല്ലെങ്കിൽ അന്തം സംഘികളോ അല്ലെങ്കിൽ ഏട്ടൻ ഭക്തൻസോ ഏട്ടൻ ഫാൻസോ അവന്മാരൊക്കെ ഉള്ളപ്പോഴും മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ സന്തോഷവും സ്നേഹപ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ മമ്മൂക്കയുടെ ആ ഒരു ചിത്രം, അല്ലെങ്കിൽ മമ്മൂക്ക യുഗം, ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രം ആ ഒരു അക്കാദമിയിൽ പ്രദർശിപ്പിച്ച സമയത്ത് മമ്മൂക്ക എന്നുള്ളൊരു പേര് അവിടെ എടുത്തു പറയുമ്പോൾ, അവിടെ ആ ഒരു കാര്യത്തെ, അതായത് ഈ സിനിമയെ പറ്റി എന്താണ് സിനിമയെന്നും ആ സിനിമയിൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതിൻ്റെ മമ്മൂക്ക എന്ന പേര് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒരു ആരവം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ആ അക്കാദമിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതിൽ ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ വീഡിയോ കാണിക്കേണ്ടി വന്നത്. അതിൽ കുറച്ചുകൂടി വീഡിയോസ് വന്നിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് കാണിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന മമ്മൂക്കയുടെ വിരോധം തോന്നാൻ ഇവന്മാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ ആ ഒരു ചിത്രത്തിലെ കുറച്ച് സീൻസ്, അതായത് അവിടെ കാണിച്ചുള്ള കുറച്ച് സീൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സീനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷേ ആ ഒരു ഓസ്കാർ അക്കാദമിയിൽ ഇത് പ്രദർശിപ്പിക്കുന്നത് കാണുമ്പോൾ എന്തൊന്നില്ലാത്തൊരു സന്തോഷമാണ്. ഇത് കാണുന്ന എനിക്കും നിങ്ങൾക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഉമ്മണിപ്പാണനാരുടെ പിന്മുറക്കാരനാവും അല്ലേ? അതെ, നേരെ നോക്കാം. എൻ്റെ മോനെ, ആളുകളുടെ സന്തോഷം കണ്ടില്ല. മമ്മൂക്ക അവിടേക്ക് വന്ന സമയത്തല്ല, മമ്മൂക്കയുടെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായപ്പോൾ, എൻട്രി അവിടെ വന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു കരഘോഷവും അവരുടെയൊക്കെ ആർപ്പുവിളിയും ഒക്കെ കണ്ടില്ലേ. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രത്തിൽ നിന്നും അന്താരാഷ്ട്ര ലെവലിലേക്ക് വളർന്നു പോകുന്നു, അല്ലെങ്കിൽ ഉയർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവ് തന്നെയാണിത്, അല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ആ ഒരു വേദിയിൽ, ഓസ്കാർ അക്കാദമിയുടെ വേദിയിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള ആളുകളുടെ സന്തോഷ പ്രകടനമാണ് നിങ്ങൾ കണ്ടതല്ല. അല്ലാതെ കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ഉള്ള ഒരു ആരവ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊന്നുമല്ല. ഓസ്കാർ അക്കാദമിയിൽ ഒരു ചിത്രം പ്രദർശിപ്പിച്ചു, ആ ചിത്രത്തിന് ഇത്രയും അധികം കയ്യടികൾ വാങ്ങിക്കൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ പേരേ ഉള്ളൂ, അറിയാലോ, മമ്മൂട്ടിയാണ്. ആ മമ്മൂക്കയെ അവിടെയും ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്നു. അല്ലെ, മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി അവരെല്ലാവരും പഠിക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാനും മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ഗവേഷണങ്ങൾ നടത്താൻ സാധിക്കുന്ന തരത്തിലൊരു ജിന്ന് തന്നെയാണ് മമ്മൂക്ക. ഒരു ചാത്തൻ അല്ലെങ്കിൽ ഒരു പോറ്റി ആ ഒരു മനയിൽ ഇരുന്നുകൊണ്ട് ചിക്കൻ കാല് കടിച്ചു പറിച്ച് തിന്നുന്ന ഒരു സീനാണ് മമ്മൂക്ക കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ. അതായത് ഈ സിനിമയിലെ പ്രധാന കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ, ആ സിനിമയിൽ 3 കഥാപാത്രങ്ങളാണ് ത്രൂ ഔട്ട് ഉള്ളത്. അതിന് മുൻപ് 2-3 പേര് വന്ന് പോകുന്നുണ്ട്, ജസ്റ്റ് മിന്നി മറയുന്നുണ്ട്. എന്നാൽ ത്രൂ ഔട്ട് അതിൽ 3 പേരാണുള്ളത്. ഒന്ന് സിദ്ധാർത്ഥും, പിന്നെ ഒന്ന് അർജുൻ അശോകനും, പിന്നെ നമ്മുടെ ഈ പറയുന്ന മമ്മൂക്കയും.
അങ്ങനെ 3 പേര് ഒരു ഒറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് അഭിനയിച്ച് കാണിക്കുന്ന ഒരു സിനിമ. അതാണ് നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിരിക്കുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. അതായത് ശരിക്കും പറഞ്ഞാൽ എൻറ്റയർ സീൻ, ആ സിനിമയിലുള്ള എൻറ്റയർ സീൻസും എടുത്തിരിക്കുന്നത് ഒരു മനയിൽ മാത്രം നിന്നുകൊണ്ടാണ്. ആ മനയുടെ അടുക്കള, ആ മനയുടെ പല റൂമുകൾ, ആ മനയുടെ പല സ്ഥലങ്ങൾ, പുറത്ത് വരാന്തകൾ, അങ്ങനെയുള്ള ആ മനയെ ചുറ്റിപ്പറ്റി നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു റൗണ്ടിൽ, ഒരു സർക്കിളിനുള്ളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളെ എന്താ പറയുക, പ്രതിഫലിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമ ഇത്രയും അധികം ജനങ്ങൾ ആ സിനിമ സ്വീകരിക്കണമെങ്കിൽ, ഇത്രയും അധികം ജനങ്ങൾ ആ സിനിമയെ ആഗ്രഹിച്ച് കാണണമെങ്കിൽ, അതും കടല് കടന്ന് ഈ സിനിമ അങ്ങ് അമേരിക്കയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാരായിരിക്കണം? അത് മമ്മൂക്കയായിരിക്കണം. അതിന് ലാലേട്ടൻ വന്നാലോ മറ്റേത് നടന്മാർ വന്നാലോ അങ്ങനെ പോകാൻ സാധിക്കില്ല എന്ന് സാരം. അപ്പം അങ്ങനെ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ അഭിനയ ശൈലി, അഭിനയ വൈഭവം, അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത്, അതെല്ലാം അങ്ങ് അമേരിക്കയിലുള്ള പിള്ളേർക്കും മനസ്സിലായിരിക്കുകയാണെന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതായത് മമ്മൂക്കയെ കാണുമ്പോൾ അവിടെ കൈയടിച്ച് ബഹളം കൂട്ടുന്ന ആളുകൾ മലയാളികളാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കരുത്. ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയുള്ള സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഈ സിനിമ കാണുന്ന ആളുകൾ തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും. അവിടെ വലിയ രീതിയിൽ ആർപ്പുവിളികളോടുകൂടി മമ്മൂക്കയുടെ ഇൻട്രോ വരുമ്പോൾ, അല്ലെങ്കിൽ എൻട്രൻസ് വരുമ്പോൾ അവർ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എന്താണ് മമ്മൂക്കയെ പറ്റി നമുക്കറിയാം. പ്രകാശ് രാജ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നാഷണൽ അവാർഡ് കളങ്കിതമാണ്, അവർ മമ്മൂക്കയെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്താ പറയുക, കരിവാരി തേച്ചുകൊണ്ടൊക്കെ പല രീതിയിലൊക്കെ പരാമർശങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ എന്താണ് പ്രകാശ് രാജ് അന്ന് പറഞ്ഞതെന്നുള്ളതിൻ്റെ വീഡിയോ ഈ സമയത്ത് എന്തായാലും അത് കാണിക്കേണ്ടത് തന്നെയാണ്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് പോകാം. Mammootty is competing with youngsters, but the point is, we don't look him as a senior man and youngsters, because the presence of Mammootty in Brahmayugam, with a shot of the nuances he carried just with his presence, was very strong, and youngsters still have that expression. മമ്മൂട്ടിക്ക് ഇപ്പോൾ പത്മശ്രീക്ക് പിന്നാലെ പത്മഭൂഷൺ കൂടി വരുന്നത് വലിയ രീതിയിലുള്ള അംഗീകാരം കേരളത്തിന് കൂടി കിട്ടുന്നതാണ്. മമ്മൂട്ടി അല്പസമയത്തിൽ മറ്റൊരു അവാർഡ് വാങ്ങാനുള്ള ഫ്രെയിമിലേക്ക് എത്തുന്നു. നിശാഗന്ധി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മമ്മൂട്ടിക്കാണ് മികച്ച നടൻ. ആ അവാർഡ് സമ്മാനിക്കും മുമ്പ് തന്നെയാണ് രാജ്യത്തിന്റെ മറ്റൊരു പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ മമ്മൂട്ടിയെ തേടി എത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് പകരം വെക്കാൻ ആളുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകരം വെക്കാൻ ആളുകളില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. ഏതൊരു കലാരൂപമാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും നമുക്കറിയാം, ഒരാൾ പോയാൽ അയാളെപ്പോലെ ഒരു 7 പേര് കാണും, അല്ലെങ്കിൽ അയാളെപ്പോലെ പല ആളുകളും വരും. ഇപ്പം മണിച്ചേട്ടൻ പോയ സമയത്ത് മണിച്ചേട്ടന് പകരം വെക്കാൻ ആളില്ലാതെ എന്ന് പറഞ്ഞതുപോലെ മമ്മൂക്ക പോയി കഴിഞ്ഞാൽ, അല്ലെ മമ്മൂക്കയോടുള്ള സമയത്ത് പോലും മമ്മൂക്കയ്ക്ക് പകരം വെക്കാനായിട്ട് ആളുകളില്ല എന്ന് സാരം. മമ്മൂക്കയുടെ യുഗം അവസാനിച്ച് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂക്ക പോയാലും ഇവിടെ വേറൊരാളും വരാനില്ല എന്നുള്ളത്. അല്ലാതെ മമ്മൂക്കയെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം എനിക്കുണ്ട്. മമ്മൂക്ക ഫാനാണെന്ന് പറയുന്നതിൽ എനിക്കൊരു ചമ്മലും ഒരു നാണമൊന്നുമില്ല. കാരണം പണത്തിന് വേണ്ടി ചുമ്മാ ആക്രാന്തം പിടിച്ച് സിനിമ എന്നൊരു മനുഷ്യനൊന്നുമല്ല അദ്ദേഹം. അദ്ദേഹത്തിന് സിനിമയാണ് ആക്രാന്തം, അത് അഭിനയമാണ് ആക്രാന്തം, അല്ലെ അഭിനയമാണ് ഭ്രാന്ത്. ആ ഭ്രാന്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും, ഞാനും അടക്കമുള്ള ആളുകൾ എല്ലാവരും സ്നേഹിക്കുന്നത്. ഇതിനുശേഷം മമ്മൂക്ക വേറൊരു വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇതെൻ്റെ 15ാമത്തെ ബെസ്റ്റ് ആക്ടർ ഫിലിം അവാർഡാണ്, അല്ലെ ഫിലിം ഫെയർ അവാർഡാണെന്ന് പറഞ്ഞുകൊണ്ട് നൻപകൽ നേരത്ത് മയക്കു എന്ന് പറയുന്ന സിനിമയ്ക്കാണെന്ന് തോന്നുന്നു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അവാർഡ് മൊമെൻറ്റുകൾ, അല്ലെ അവാർഡ് നടക്കുന്ന, അല്ലെ ദാന ചടങ്ങ് നടക്കുന്നത് 21 ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മമ്മൂക്ക ആസിഫ് അലിയൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മമ്മൂക്ക അവിടെ പറയുന്നതെന്നുള്ളതിൻ്റെ, ആസിഫ് അലി അല്ല, നമ്മുടെ വിക്രം നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ മമ്മൂക്ക പറയുന്നതെന്നുള്ള വീഡിയോ കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. This is my 15th Filmfare Award. This is for Nanpagal Nerathu Mayakkam. This is actually a bilingual film. I am playing a dual role in which I speak Tamil as well as Malayalam. I should thank my director and crew, my co-stars, co-actors, technicians for making me prepared for this. Thank you. Thank you. കണ്ടില്ലടാ മക്കളെ, 15ാമത്തെ ഫിലിം ഫെയർ അവാർഡ് വാങ്ങാനായിട്ട് മമ്മൂക്ക നിൽക്കുന്നു, അല്ലെ ഇതെൻ്റെ 15ാമത്തെ ഫിലിം ഫെയർ അവാർഡാണെന്നാണ് മമ്മൂക്ക പറയുന്നത്.
അത് പറയുമ്പോഴും അവിടെയുള്ള ആളുകളുടെ ആ ഒരു സന്തോഷം കണ്ടില്ലേ? ഇതേ സന്തോഷം തന്നെയാണ് ഓസ്കാർ അക്കാദമിയിലെ വേദിയിൽ ആ സിനിമ പ്രദർശിപ്പിച്ച സമയത്ത് അവിടെയുള്ള ആളുകളും പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ യുഗവും കടന്നുകൊണ്ട് മമ്മൂക്ക പോകാൻ പോകുന്നത് അന്താരാഷ്ട്ര ലെവലിലേക്ക്. അത് ഓൾറെഡി പോയി കഴിഞ്ഞു. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭ്രാന്ത് അത് കേരളക്കരയിൽ മാത്രമല്ല അലയടിക്കുന്നത്, അതങ്ങ് അമേരിക്കയിലും അലയടിച്ച് കഴിഞ്ഞു. അവരും കണ്ടു മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള ഒരു ഭ്രാന്തനെ, അല്ലെ മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള ചാത്തനെ അവരും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനുശേഷം ഞാൻ വേറൊരു പോസ്റ്റ് കാണാനിടയുണ്ട് കേട്ടോ. ആ ഒരു പോസ്റ്റോടെ നിങ്ങളെ എന്തായാലും കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചിക്കൻ നക്കിയതിന് 2 കോഴിത്തൂവൽ കിട്ടും. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടും, നമുക്കറിയാം. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നതിൻ്റെ ഫോട്ടോ, ഈ സൈഡിൽ ഫോട്ടോ നോക്കി അറിയാൻ പറ്റും. ആ ഫോട്ടോയും എടുത്തിട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് ഒരു സംഖ്യപുത്രം ചെയ്തിരിക്കുന്നത്. ആ കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പോട്ടെ, അത് ചിക്കൻ നക്കിയതിന് കിട്ടിയിരിക്കുന്ന ഒരു കോഴിത്തൂവലാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ മമ്മൂക്ക ലവേഴ്സ് എന്ന് പറയുന്ന ഒരു പേജിൽ അവരിട്ടിരിക്കുന്നത്, നിൻ്റെയൊക്കെ കൂട്ടത്തോട് ചെന്ന് പറ ചിക്കൻ തിന്ന പോറ്റി അതങ്ങോട്ട് തൂക്കിയിട്ടുണ്ടെന്നുള്ളത്. അത് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് തൂക്കിയതിനെ പറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടത്, മമ്മൂക്ക എന്തൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്താലും, മമ്മൂക്ക എത്രയൊക്കെ ഉന്നതിയിലെത്തിയാലും, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഏതൊക്കെ തലങ്ങളിൽ കൂടി ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും മമ്മൂക്കയോട് വിരോധമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനോട് വിരോധമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും ഈ 3 കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഈ 3 കാര്യങ്ങളോട് വലിയ രീതിയിൽ വിരോധമുള്ള ആളുകളാണ് ഈ രീതിയിൽ കിടന്ന് മെഴുകുന്നതെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മതം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, മതം എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിനെ ആ ഒരു മതത്തിനെയും വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ, ആ ഒരു മനുഷ്യൻ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് വരുന്നത് എവിടുത്തെ ഒരു പരിപാടിയാണെങ്കിലും അത് ശരിയല്ല മക്കളെ. നീയൊക്കെ കളിക്കാൻ പോകുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ ഓണമുണ്ടവരുടെ അടുത്ത് ആവരുതത്. കളികൾ പലതും ആവാം, പക്ഷേ അത് നിൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ അടുത്താവുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കണം. നീയൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂക്കണം. മമ്മൂക്കയുടെ ഭീഷ്മപർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിലൊരു ഡയലോഗുണ്ട്: താളികളെ എൻ്റെ അടുത്തെങ്ങാനും താളിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ അടിച്ച് കീറി വിടുമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗുണ്ട്. വേറെ രീതിയിലാണ് പറഞ്ഞത്, ഞാൻ എൻ്റേതായുള്ള രീതിയിലങ്ങ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മമ്മൂക്ക എല്ലാം കഴിഞ്ഞുകൊണ്ട് അടുത്തൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴും വിരളി പിടിക്കുന്ന ആളുകളോട് എന്തൊരു കഷ്ടമാണെന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവന്മാർക്ക് ചാണകം തിന്ന് ജീവിക്കുന്നവന്മാരാണ്. അപ്പോൾ അവന്മാരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവന്മാർക്ക് ചാണകമാണ് അമൃത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട, അവന്മാരുടെ വഴിക്ക് വിട്ടേക്കുക. മമ്മൂക്കയുടെ വഴിക്ക് പോവുക. മമ്മൂക്ക ചെയ്യാനുള്ള നല്ല പ്രവൃത്തികളും ചെയ്ത് നല്ല സിനിമകളും ചെയ്ത് അദ്ദേഹം എപ്പോഴും നല്ല രീതിയിൽ പോകും. ഇനിയും അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇനി അത് ഒരുപാട് വീഡിയോസുമായിട്ട് ഞാനും ഉണ്ടാവും. അത് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യുക, അടുത്ത വീഡിയോയിലേക്ക് പോവുക, അല്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കുക. അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.